എല്ലാവർക്കും നമസ്കാരം. സ്കിൻ കെയറിലെ 5 സ്റ്റെപ്സിൽ 3 സ്റ്റെപ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 4ാമത്തെ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസേഷൻ. ഈ ഒരു സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. കാരണം സ്കിൻ കെയർ എന്ന് പറയുന്ന ഈ ഒരു കാര്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിരിക്കണം, നല്ല രീതിയിൽ യങ് ആയിട്ടിരിക്കണം, നല്ല സോഫ്റ്റ് സ്കിന്നായിട്ട് നമുക്ക് കാണപ്പെടണം അല്ലെ. കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം തോന്നണം എന്നൊക്കെ ഉള്ളതാണ്. സോ ഈ ഒരു സ്റ്റെപ്പ് മോയ്സ്ചറൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പാണ് ഇതിനെല്ലാം ഏറ്റവും പ്രധാനമായും കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു നനുനനുപ്പ് അല്ലെങ്കിൽ ഈർപ്പം അല്ലെ, അതാണ് നമ്മളെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത്. അപ്പം പല രീതിയിലുള്ള സ്കിന്നുണ്ട്. ഏത് സ്കിൻ ആയിക്കോട്ടെ അല്ലെ, ഡ്രൈ സ്കിന്ന്, അതുപോലെ തന്നെ ഓയിലി സ്കിന്ന്, നോർമൽ സ്കിന്ന് അല്ലെ, കോമ്പിനേഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള സ്കിൻ ഉണ്ടെങ്കിലും ആ സ്കിന്നനുസരിച്ചിട്ട് ആ ഒരു സ്കിന്നിനെ നമ്മൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം. ഒരു മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്കായിട്ട് ഞാനൊരു 2-3 പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പ്രൊഡക്റ്റുകളെല്ലാം 100% നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. സോ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റും. ഓക്കെ, ആദ്യമായിട്ട് ഹൈഡ്രേറ്റിംഗ് ഹിബിസ്കസ് ആൻഡ് പപ്പായ മോയ്സ്ചറൈസർ ആണ്. ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹിബിസ്കസ്, ചെമ്പരത്തി പൂവ്, അതുപോലെ തന്നെ പപ്പായ അല്ലേ. പപ്പായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിലയിടങ്ങളിൽ കർമൂസ എന്നൊക്കെ പറയും. പപ്പായ അതിന്റെ ഗുണം, പഴുത്ത ഒരു പപ്പായയുടെ ഗുണങ്ങൾ അത്രത്തോളം ഉണ്ട്. നമ്മൾ കഴിക്കുന്നതും നമുക്ക് നല്ല പോഷകങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുഖത്തൊക്കെ തേക്കാറുണ്ട് അല്ലെ. വീടുകളിൽ നമ്മൾ പഴുത്ത പപ്പായ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിനെ കുറച്ച് മാറ്റി വെച്ച് നമ്മൾ മുഖത്തൊക്കെ തേക്കാറില്ലേ. സോ തേക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. സോ അത്രയ്ക്കും ഗുണങ്ങൾ കിട്ടുന്നതാണ്. അപ്പൊ നമ്മളെ സ്കിന്നിലെ സെല്ലുകളൊക്കെ നല്ല രീതിയിൽ റെജുവനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിൽ ആ ഒരു ഈർപ്പം നിലനിർത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ നല്ല നമ്മൾ പറയില്ല ഊർജ്ജവും ഉന്മേഷവും ഉള്ള രീതിയിലൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം, ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് ശേഷമാണ്. ഇല്ലാച്ചാൽ ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം നമ്മൾ ഇതിൽ ട്യൂബിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഫിംഗർ ട്രിപ്പ്, എപ്പോഴും പറയാറുണ്ട്, ഏതൊരു ലോഷനോ ക്രീമോ നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ സെറമോ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഫിംഗേഴ്സിന്റെ ടിപ്പിൽ അറ്റം കൊണ്ട് എടുത്തിട്ട് അറ്റത്താക്കിയിട്ട് അറ്റം കൊണ്ട് വേണം നമ്മൾ ജസ്റ്റ് റബ്ബ് ചെയ്യാന്ന് പറയുന്നത്. സർക്കുലർ മോഷനിൽ ഇത് മുകളിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ചെയ്യുക, മുഖത്തും അതുപോലെ കഴുത്തിലും ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് പപ്പായ ആൻഡ് ഹിബിസ്കസ് മോയ്സ്ചറൈസർ. നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് റെജുവനേറ്റിംഗ് ഡേ ക്രീമാണ്. റെജുവനേറ്റിംഗ് ഡേ ക്രീമിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആൽമണ്ട് ആൻഡ് ലാവൻഡർ ആണ്. ഇതിന്റെ ഗുണങ്ങൾ ഒട്ടേറെ ഉണ്ട്. ഈ ഒരു ഹെർബ്സ്, ഇതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കിന്നിനെ അത്രയ്ക്കും ഹെൽത്തി ആക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ പോഷകങ്ങൾ ഫില്ല് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ നനനനുപ്പ് അല്ലെങ്കിൽ ആ ഈർപ്പം ലോക്ക് ചെയ്തിട്ട് സ്കിന്നിനെ നല്ല ഹെൽത്തി ആക്കാനും നല്ല മുഖകാന്തി തരാൻ വേണ്ടിയിട്ടും നല്ല ഊർജ്ജവും ഉന്മേഷവും തരുന്ന സ്കിന്ന് നമ്മൾ കണ്ടാൽ തന്നെ പറയും, നമ്മൾ പറയും നല്ല യങ് ആയിട്ടുണ്ടല്ലോ. നമ്മളൊരാളെ ഫേസിൽ നോക്കിയിട്ട് യങ് ആയിട്ട് തോന്നുന്നത് എങ്ങനെയാണ്? നമ്മളെ സ്കിന്ന് കണ്ടിട്ടാണ് അല്ലേ. അപ്പം ആ ഒരു സ്കിന്നിനെ നമ്മൾ പറയില്ല, സ്കിന്നിന് 3 ലെയർ ഉണ്ട്. അത് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ആ ഒരു ഈർപ്പം നിലനിർത്തണമെങ്കിൽ അത്രയ്ക്കും നല്ല ഇൻഗ്രീഡിയൻസ്, നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ആയിരിക്കണം നമ്മളെ ഹെൽത്ത് തരുന്ന തരത്തിലുള്ളത്. സോ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ്. ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ശേഷം ജസ്റ്റ് എടുത്തിട്ട് ഒരു ക്രീമായിട്ടാണ് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു മോയ്സ്ചറൈസേഷൻ ക്രീമായിട്ട് പറയുന്നത് ബോഡി ബട്ടറാണ്. ഈ ഒരു പ്രൊഡക്റ്റ് അമേസിങ് റിസൾട്ടാണ് ഇതിലുള്ളത്. ഈവൻ നമ്മളുടെ ശരീരത്തിലുള്ള സ്ട്രെച്ച് മാർക്ക് വരെ പോവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലെ ഘടകങ്ങൾ, അതിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഷിയ ബട്ടറാണ്, അതുപോലെ ആൽമണ്ട് ഓയിലാണ്. ഷിയ ബട്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്കിന്നിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ 3 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ആ ലെയേഴ്സിലേക്ക് ആഴ്ന്നിറങ്ങി അത്രയും ഇറങ്ങി ആ പോഷകങ്ങൾ ഫില്ല് ചെയ്യാനും അത്രയ്ക്കും സ്കിന്നിന് നല്ല ഇലാസ്റ്റിസിറ്റി, അതുപോലെയുള്ള പാടുകളൊക്കെ കളയാനും സ്കിന്നിന് നല്ല ഊർജ്ജവും ഉന്മേഷവും തരാനൊക്കെ സഹായിക്കുന്നതാണ് ഷിയ ബട്ടർ. പിന്നെ ആൽമണ്ട് ഓയിൽ, നമ്മളിപ്പം സ്കിൻ കെയറിൽ പറഞ്ഞ ഒട്ടുമിക്ക പ്രൊഡക്റ്റിലും ആൽമണ്ട് ഓയിൽ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആൽമണ്ട് ഓയിൽ അത്രമേൽ വിറ്റാമിൻ എയും ഇ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. സൂപ്പർബായിട്ട് നമ്മളെ ഹെൽത്ത് തരുന്ന, സ്കിന്നെ ഹെൽത്ത് തരുന്ന ഒരു ഘടകമാണിത്. ഓക്കെ, അപ്പോൾ ബോഡി ബട്ടർ നമ്മൾ കുളി കഴിഞ്ഞിട്ട് ആ ഒരു ഈർപ്പത്തോടെ നമ്മൾ ഈ ബോഡി ബട്ടർ നമ്മൾ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്.
ഈവൻ സ്ട്രെച്ച് മാർക്കുകളും അങ്ങനെയുള്ള എത്ര കാലങ്ങളായിട്ടുള്ള കലകളൊക്കെ പോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമ്മുടെ ബോഡി ബട്ടർ. ഇത് അപ്ലൈ ചെയ്യേണ്ടതും ഈ രീതിയിൽ മോയ്സ്ചറൈസേഷൻ എന്നുള്ള ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ബോഡി ബട്ടർ. നെക്സ്റ്റ് ആയിട്ട് ഒരു നൈറ്റ് ക്രീമാണ്, ആൻറ്റി ഏജിങ് നൈറ്റ് ക്രീം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ യങ് ആയിട്ട് തോന്നുന്ന കാര്യം പറയല്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഒരു 30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കായിരിക്കും കുറച്ചും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തോന്നുന്നു അല്ലേ, നമ്മളെ സ്കിന്നിന് കുറച്ചും കൂടെ യങ് ആയിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ. അങ്ങനെയുള്ള ആളുകൾക്ക് ആൻറ്റി ഏജിങ് നൈറ്റ് ക്രീമാണ്. രാത്രിയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ക്ലൻസിങ്ങിൻ്റെയും ടോണിങ്ങിൻ്റെയും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് കൊളാജനും വിറ്റാമിൻ ഇ ആണ് ഉള്ളത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാതെ നമ്മൾ ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പം കുറച്ചുകൂടി അല്ലേ, കുറച്ചുകൂടി നമ്മളെ സ്കിന്നിനെ കുറച്ചുകൂടെ നമ്മൾ യങ് ആയിട്ട് കാണിക്കാനുള്ള ആ ഒരു കോംബോ ആണ് ഇവിടെ ഉള്ളത്. കൊളാജൻ ആൻഡ് വിറ്റാമിൻ ഇ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത്. അമേസിങ് റിസൾട്ടാണ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മോയ്സ്ചറൈസേഷൻ എന്നുള്ള സ്റ്റെപ്പ് യൂസ് ചെയ്യാവുന്ന കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ സ്ലോഗയിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ യൂസ് ചെയ്ത് നമ്മളെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ട്, നല്ല ഭംഗിയായിട്ട്, നല്ല മുഖകാന്തിയോടുകൂടി, നല്ല കോൺഫിഡൻസോടുകൂടി നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.